മുഖ്യമന്ത്രി UDF BJP ധാരണയുണ്ടെന്ന് പറയുക, പ്രതിപക്ഷ നേതാവ് CPM BJP ധാരണയുണ്ടെന്ന് പറയുക. സത്യത്തിൽ ധാരണയുണ്ടാക്കിയിട്ടുള്ളത് CPM-ഉം കോൺഗ്രസും ലീഗുമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉത്സവപ്പറമ്പിൽ മാല മോഷ്ടിച്ചതിന് ശേഷം ജനങ്ങളോടൊപ്പം കള്ളന്മാരെ തിരയുന്ന ചില മോഷ്ടാക്കന്മാരുണ്ട്. സമർത്ഥന്മാരായിട്ടുള്ള മോഷ്ടാക്കൾ അങ്ങനെയാണ്. അതേപോലെയാണ് അവർ തമ്മിൽ ഡീലുണ്ടാക്കി BJP-യെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ലീഗിന് വോട്ട് മറിക്കാൻ CPM തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പുതിയൊരു സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിച്ചത്. കാസർഗോഡ് LDF-ൽ INL സ്ഥാനാർത്ഥിയാണ്. INL സ്ഥാനാർത്ഥി ഇന്നലെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താരതമ്യേന അപ്രസക്തനായൊരു സ്ഥാനാർത്ഥിയാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ളത്. എന്നേ കാസർഗോഡ് ഇത്ര അപ്രസക്തനായ സ്ഥാനാർത്ഥി LDF നിർത്തിയത്? അത് CPM ലീഗിന് വോട്ട് ചെയ്യാനാണ്. അപ്പൊ മഞ്ചേശ്വരത്തും കാസർഗോഡും CPM-ന് വോട്ട് ചെയ്യാൻ, ലീഗിന് വോട്ട് ചെയ്യാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. 2016-ലും 2021-ലും ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ലീഗ് ജയിച്ചിട്ടുള്ളത് എന്ന് CPM സമ്മതിച്ചിട്ടുള്ളതാണ്.